ദൈവം പ്രപഞ്ചം സൃഷ്ടിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? ബൈബിളിന്റെ ഉത്തരമെന്താണെന്ന് നമുക്ക് നോക്കാം. ദൈവം പ്രപഞ്ചം സൃഷ്ടിക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്നോ അതിന് എത്ര കാലമെടുത്തെന്നോ ബൈബിൾ പറയുന്നില്ല. പകരം ഉൽപ്പത്തി 1:1 പറയുന്നത് ആരംഭത്തിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. ആ ആരംഭം എപ്പോഴാണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നില്ല. എങ്കിലും ഉൽപ്പത്തി പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന 6 സൃഷ്ടിപ്പിന്റെ ദിവസങ്ങളിൽ അഥവാ കാലഘട്ടങ്ങളിൽ നടന്ന സംഭവ പരമ്പരകൾക്ക് മുൻപാണ് ഈ ആരംഭം. സൃഷ്ടിയുടെ 6 ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചത്? ഉൽപ്പത്തി പുസ്തകത്തിലെ വിവരണം ശാസ്ത്രീയമായി കൃത്യതയുള്ളതാണോ? എപ്പോഴാണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചത്? ബൈബിൾ പറയുന്നതനുസരിച്ച് ഭൂമിക്ക് എത്ര കാലത്തെ പഴക്കമുണ്ട്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെന്താണെന്ന് നമുക്ക് നോക്കാം. 6 സൃഷ്ടി ദിവസങ്ങൾ 24 മണിക്കൂറുള്ള ദിവസങ്ങളായിരുന്നോ? അല്ല എന്ന് ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബൈബിളിൽ ദിവസം എന്ന പദത്തിന് സന്ദർഭത്തിനനുസരിച്ച് വ്യത്യസ്ത സമയദൈർഘ്യങ്ങളെ കുറിക്കാനാകും. ഉദാഹരണത്തിന് ഉൽപ്പത്തി 2:4 ബൈബിളിലെ ഒരു ഭാഗത്ത് 6 സൃഷ്ടി ദിവസങ്ങളെ ചുരുക്കി ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടിയുടെ 6 ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചത്? ഉൽപ്പത്തി 1:2 പറയുന്നു, പാഴായും ശൂന്യമായും കിടന്ന ഭൂമിയെ ദൈവം മനുഷ്യർക്ക് താമസിക്കാൻ പറ്റിയ ഒരിടമാക്കി മാറ്റിയെന്ന്. പിന്നെ ദൈവം ഭൂമിയിൽ ജീവൻ സൃഷ്ടിച്ചു. സൃഷ്ടിയുടെ ആ നീണ്ട നാളുകളിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ബൈബിൾ വിവരിക്കുന്നുണ്ട്. ഉൽപ്പത്തി 1:3 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ 1-ാം ദിവസം വെളിച്ചം ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്താൻ ദൈവം ഇടയാക്കിയതിലൂടെ രാത്രിയും പകലും മാറി മാറി വരാൻ തുടങ്ങിയെന്ന് കാണാൻ കഴിയും. ഉൽപ്പത്തി 1:6 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ 2-ാം ദിവസം ദൈവം വിതാനമുണ്ടാക്കി അഥവാ ഭൂമിയുടെ ഉപരിതലത്തിലെ വെള്ളത്തെയും അതിനു വളരെ മുകളിലുണ്ടായിരുന്ന വെള്ളത്തെയും തമ്മിൽ വേർതിരിച്ചു എന്ന് കാണാൻ കഴിയും. ഉൽപ്പത്തി 1:9 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ 3-ാം ദിവസം ദൈവം ഉണങ്ങിയ നിലം കാണാനിടയാക്കി സസ്യങ്ങളെയും സൃഷ്ടിച്ചു എന്ന് കാണാൻ കഴിയും. ഉൽപ്പത്തി 1:14 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ 4-ാം ദിവസം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വ്യക്തമായി കാണാൻ ദൈവം ഇടയാക്കിയെന്ന് കാണാൻ കഴിയും. ഉൽപ്പത്തി 1:20 മുതൽ 23 വരെയുള്ള വാക്യത്തിൽ 5-ാം ദിവസം ദൈവം ജലജീവികളെയും പറവകളെയും സൃഷ്ടിച്ചു എന്ന് കാണാൻ കഴിയും. ഉൽപ്പത്തി 1 മുതൽ 31 വരെയുള്ള വാക്യത്തിൽ 6-ാം ദിവസം ദൈവം കരയിലെ ജീവികളെയും മനുഷ്യരെയും സൃഷ്ടിച്ചു. തുടർന്ന് ഉൽപ്പത്തി 2:1 6-ാം ദിവസത്തിന്റെ അവസാനത്തോടെ ദൈവം വിശ്രമിക്കാൻ തുടങ്ങി അഥവാ സൃഷ്ടിക്രിയകൾ പൂർത്തിയാക്കിയെന്ന് പറയുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ വിവരണം ശാസ്ത്രീയമായി കൃത്യതയുള്ളതാണോ? സൃഷ്ടിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിശദീകരണങ്ങളെല്ലാം നൽകുക എന്നതായിരുന്നില്ല ബൈബിളിലെ സൃഷ്ടിപ്പിൻ വിവരണത്തിന്റെ ഉദ്ദേശം. മറിച്ച് ബൈബിൾ കാലങ്ങളിൽ പോലുമുള്ള വായനക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ അതിലെ സംഭവങ്ങൾ വിവരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണം തെളിയിക്കപ്പെട്ട ശാസ്ത്രവുമായി യോജിപ്പിലുമുണ്ട്. ജ്യോതിശാസ്ത്രജ്ഞനായ റോബർട്ട് ജാസ്ത്രോ ഇങ്ങനെ എഴുതി, വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും സൃഷ്ടി സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ജ്യോതിശാസ്ത്ര വിവരണവും ബൈബിളിന്റെ വിവരണവും ഒന്നുതന്നെയാണ്. ഒരു മനുഷ്യന്റെ സൃഷ്ടിയിലേക്ക് നയിക്കുന്ന സംഭവ പരമ്പരകൾ പെട്ടെന്ന് ഒരു നിമിഷത്തിലാണ് ആരംഭിച്ചത്. എപ്പോഴാണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചത്? ആരംഭത്തിൽ ആകാശം സൃഷ്ടിച്ചപ്പോൾ തന്നെ അതിന്റെ ഭാഗമായി സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഭൂമിക്ക് ചുറ്റും സാന്ദ്രതയേറിയ അന്തരീക്ഷമായിരുന്നതിനാൽ സാധ്യതയനുസരിച്ച് പ്രകാശത്തിന് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്താനായി കാണുകയില്ല. 1-ാം ദിവസം തന്നെ പ്രകാശം വ്യാപിച്ചെങ്കിലും അതിന്റെ ഉറവിടമേതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞുമായിരുന്നില്ല. 4-ാം ദിവസം അന്തരീക്ഷം തെളിഞ്ഞിരിക്കാൻ, അങ്ങനെ ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ബൈബിൾ പറയുന്നതുപോലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയുടെ മേൽ പ്രകാശിക്കുന്നത് വ്യക്തമായി കാണാൻ കഴിഞ്ഞിരിക്കാം. ബൈബിൾ പറയുന്നതനുസരിച്ച് ഭൂമിക്ക് എത്ര കാലത്തെ പഴക്കമുണ്ട്? ഭൂമിക്ക് എത്രത്തോളം പഴക്കമുണ്ടെന്ന് ബൈബിൾ പറയുന്നില്ല. ഭൂമി ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടെന്ന് ഉൽപ്പത്തി 1:1 വളരെ ലളിതമായി പറയുന്നു. ഈ പ്രസ്താവന വിശ്വസനീയമായ ശാസ്ത്രീയ തത്വങ്ങളെയോ ഭൂമിയുടെ പ്രായത്തെക്കുറിച്ചുള്ള ശാസ്ത്രജ്ഞന്മാരുടെ കണക്കുകളെയോ ഖണ്ഡിക്കുന്നില്ല.